ശരീരത്തിന് വല്ലാത്ത ക്ഷീണം. എന്നാല് ടെസ്റ്റുകളെല്ലാം നോക്കിയാല് യാതൊരു അസുഖങ്ങളുടെയും റിസൾട്ട് കാണിക്കുന്നില്ല. ബ്ലഡ് ടെസ്റ്റിലും അല്ലാതെ മറ്റ് വൈറ്റൽസിന്റെ എല്ലാം ടെസ്റ്റിലും എല്ലാം നോർമലാണ് കാണിക്കുന്നത്. പക്ഷെ എഴുന്നേക്കാനോ പണിയെടുക്കാനോ ഒന്നിനും വയ്യ. എപ്പോഴും ക്ഷീണം. ഇത് എന്ത് തരത്തിലുള്ള രോഗമാണ് ഡോക്ടറെ എന്ന് ചോദിച്ച് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരുടെ എണ്ണം ഇന്നിപ്പോ വളരെയേറെ കൂടിയിരിക്കുകയാണ്. ശരിക്കും ഇത് ക്രോണിക് ഫാറ്റിക് സിൻഡ്രം എന്നൊരു രോഗാവസ്ഥയാണ്. പലപ്പോഴും പല ആളുകളിലും കാണുന്ന ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളിൽ ഈ ഒരു രോഗം കണ്ടുവരുന്നുണ്ട്. അപ്പം ഇതൊരു മൾട്ടി സിസ്റ്റം ഡിസ്ഫങ്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രധാനമായിട്ട് ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഹോർമോൺ സിസ്റ്റം, ഇതിനെ മൂന്നിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ക്രോണിക് ഫാറ്റിക് സിൻഡ്രം എന്ന് പറയുന്നത്. ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാന കാരണം ഇപ്പോൾ ഉള്ള ഒരു ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിന്റെ പ്രധാന കാരണം വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. പ്രത്യേകിച്ച് എപ്സ്റ്റീൻ ബാർ വൈറസ്, അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം കൊറോണയുടെ ആ ഒരു പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒരുപാട് ആളുകൾക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള വൈറസുകളുടെ വല്ലാതെയുള്ള ഒരു ഇൻഫെക്ഷൻ വരുന്നത് മൂലം അതിനുശേഷം ഈ ഒരു ക്രോണിക് ഫാറ്റിക് സിൻഡ്രം ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്ക് ശരീരത്തിൽ വേണ്ട രീതിയിൽ വൈറ്റമിൻസ്, മിനറൽസ് ഒന്നും ഇല്ലാതെ വരുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, പിന്നെ പൊട്ടാസ്യം, സോഡിയം പോലെയുള്ള മിനറൽസിന്റെ ഒക്കെ കുറവ് മൂലം ഈ ഒരു ക്രോണിക് ഫാറ്റിക് സിൻഡ്രം ആളുകളിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ചില സൈക്കോളജിക്കൽ കണ്ടീഷൻസ്, അതായത് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്, അതുപോലെ തന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ജോലി സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിൽ അല്ല, ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണ് ഒരുപാട് ആളുകൾ. അപ്പോൾ ഇതും ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിന് ഒരു കാരണമാകുന്നുണ്ട്. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ സ്ലീപ്പില് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലാതെ വരുന്നു. അത് വളരെ കാലം ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാതെ വരുന്നു, 2-3 മണിക്കൂർ മാത്രമൊക്കെ ഉറങ്ങേണ്ടി വരുന്നു. ഇതും ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാറുണ്ട്. പിന്നെ ഒരു ചെറിയ ശതമാനം ആളുകളിൽ ജനറ്റിക്സ് ഒരു കാരണം പറയാറുണ്ട്. നമ്മളുടെ വീട്ടില് നമ്മളെ പേരൻസിന്, ഗ്രാൻഡ് പേരൻസിനൊക്കെ ക്രോണിക് ഫാറ്റിക് സിൻഡ്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ജീൻ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആകാനും നമ്മളിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ, ഈ ഒരു അസുഖത്തിന്റെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നതായിട്ടും പറയുന്നുണ്ട്.